ഹലോ, എല്ലാവർക്കും ക്രിയേറ്റീവ് യോഗിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത് ഐപാഡ് 6th ജനറേഷൻ, അതായത് 2018 റിലീസ് ചെയ്തിട്ടുള്ള ഐപാഡാണ്. ഈ ഐപാഡിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ഐപാഡ് ജനറേഷനുകളെ അപേക്ഷിച്ച് ആപ്പിൾ പെൻസിലിൻ്റെ സപ്പോർട്ടാണ്. ആപ്പിൾ പെൻസിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരേ ഒരു ഐപാഡ് മോഡലാണ്. ഐപാഡ് പ്രോ അല്ല. ഐപാഡ് പ്രോ ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം, അതിനകത്ത് ആപ്പിൾ പെൻസിൽ സപ്പോർട്ട് ചെയ്യുന്നുള്ളത്. നമ്മുടെ ഈ ഐപാഡ് 9.7 ഇഞ്ചസ് സ്ക്രീനാണ് വരുന്നത്. ഇത് സ്പേസ് ഗ്രേ 128 GB സ്റ്റോറേജ് കപ്പാസിറ്റിയോട് കൂടിയിട്ടുള്ള മോഡലാണ്. നമുക്ക് ബോക്സിൽ ഇനി എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. സാധാരണയായിട്ട് കണ്ടുവരാറുള്ളത് പോലെ തന്നെ ആപ്പിൾ ലൈറ്റ്നിങ് ചാർജറാണ് ഈ ഐപാഡിനും നൽകിയിട്ടുള്ളത്. ഇനി ഇതിനകത്ത് നമ്മുടെ യൂസർ മാനുവൽ, അതുപോലെ തന്നെ നമ്മളെല്ലാ ആപ്പിൾ പ്രോഡക്ട്സ് വാങ്ങുമ്പോൾ, എസ്പെഷ്യലി ഐഫോൺ, ഐപാഡ്, അതുപോലെ തന്നെ മാക്ബുക്ക് ഒക്കെ വാങ്ങുമ്പോൾ നമുക്ക് ലഭിക്കാറുള്ള ആപ്പിൾ സ്റ്റിക്കർ ഇതിനകത്തുണ്ട്. അപ്പം തന്നെ ഒരു മിനി ഇൻസ്ട്രക്ഷൻ മാനുവൽ നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും. ഇനി ഇതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചാർജർ ഇതാണ്. മേലോട്ട് സ്വൈപ്പ് ചെയ്യുക. എന്നാൽ നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനാണ് ഫസ്റ്റ് വരുന്നത്. നമ്മളതിൽ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക. ഇംഗ്ലീഷിൽ നമുക്ക് എവിടെയാണോ ഉള്ളത് നമുക്ക് കൺട്രി ഓർ റീജിയൻ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. നമുക്കത് പിന്നീട് കസ്റ്റമൈസ് ചെയ്യാനായിട്ടും നമുക്ക് പറ്റും. അപ്പോൾ നമ്മൾ UAE ആണ്, നമ്മൾ UAE സെലക്ട് ചെയ്തു. സെറ്റപ്പ് മാനുവലി നമുക്ക് മറ്റുള്ള എല്ലാ ഓപ്ഷൻസും സെറ്റപ്പ് ചെയ്യാനായിട്ട് പറ്റും. സോ അപ്പോൾ നമുക്ക് കീബോർഡ്സിൽ ഏതൊക്കെ കീബോർഡാണ് വേണ്ടതെന്നുള്ളത് ഇനീഷ്യലി നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. നമുക്കിപ്പോൾ ചാറ്റിലൊക്കെ ഉപയോഗിക്കുന്ന ഇമോജി, അതുപോലെ തന്നെ ഇംഗ്ലീഷ്, US, അറബിക്, ഈ 3 ഓപ്ഷൻസാണ് റീജിയണലി നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ വരുന്നത്. ദെൻ നെക്സ്റ്റ് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു വൈഫൈ നെറ്റ്വർക്ക് കണക്ട് ചെയ്യാനായിട്ട് വരും. ആ വൈഫൈ നെറ്റ്വർക്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വൈഫൈ നെറ്റ്വർക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്തതിന് ശേഷം തുടർന്നുള്ള കോൺഫിഗറേഷൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഐപാഡിൻ്റെ ആക്ടിവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സെറ്റിങ്സ് വരുന്നുണ്ട്, നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. ടച്ച് ID നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ നമുക്ക് കോൺഫിഗർ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് ഒരു അവസരത്തിൽ വേണമെങ്കിൽ സെറ്റിങ്സിൽ കയറിയിട്ട് നമുക്ക്. അടുത്തായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആപ്പിൾ ID സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആപ്സ് ആൻഡ് ഡാറ്റ നമ്മൾ മുമ്പ് ഉപയോഗിക്കുന്ന നമ്മുടെ ഐഫോണോ മറ്റുള്ള ഏതെങ്കിലും ആപ്പിൾ ഡിവൈസസ് ഉപയോഗിക്കുന്ന ആപ്പിൾ ID നമുക്കുണ്ടെങ്കിൽ അത് വെച്ച് തന്നെ നമുക്ക് കയറാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് സെറ്റപ്പ് ചെയ്യാനായിട്ട് സെറ്റപ്പ് ആസ് ന്യൂ ഐപാഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഓൾറെഡി ആപ്പിൾ ID ഉണ്ടെങ്കിൽ നമുക്കത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അല്ലാത്ത ഓപ്ഷൻ നമുക്കിവിടെ ഡോണ്ട് ഹാവ് എൻ ആപ്പിൾ ID എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രിയേറ്റ് എ ഫ്രീ ആപ്പിൾ ID എന്നുള്ള ഓപ്ഷൻ വരും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് അതിനകത്ത് ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെയുള്ള ഡാറ്റകൾ നമ്മൾ എൻ്റർ ചെയ്ത് തുടങ്ങുന്നതാണ്. പിന്നീട് നമുക്കുള്ളൊരു ഫീച്ചർ എന്ന് വെച്ചാൽ ആപ്പിൾ പേ ആണ്. ഈ ഐപാഡ് ഉപയോഗിച്ച് നമുക്ക് ആപ്പിൾ പേ വഴി നമ്മുടെ ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്യാവുന്നതാണ്. പിന്നീടുള്ളത് iCloud കീ ചെയിൻ ആണ്. iCloud കീ ചെയിൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പുകളിലുള്ള പാസ്വേഡ്, അതുപോലെ തന്നെ ബ്രൗസറിലെ പാസ്വേഡ് എല്ലാം iCloud ID സേവ് ചെയ്ത് വയ്ക്കുന്നതാണ്. നമുക്കിപ്പോൾ ഈ ഐപാഡുമായിട്ട് യൂസ് ചെയ്യാനായിട്ട് ആപ്പിളിൻ്റെ പെൻസിലാണ്. ആപ്പിൾ പെൻസിലിൻ്റെ ഫസ്റ്റ് ജനറേഷനാണ്, ഫസ്റ്റ് സീരീസാണ്, സീരീസ് 1 ആപ്പിൾ പെൻസിലാണ് ഉള്ളത്. നമ്മളിനി അതിൻ്റെ അൺബോക്സിങ്ങിലേക്കാണ് പോകുന്നത്. മറ്റുള്ള എല്ലാ ആപ്പിൾ പ്രോഡക്ട്സിൻ്റെയും ഡിസൈൻ പോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ളൊരു പാക്കിംഗ് ആണിത്. നമുക്ക് ഈ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് വരുന്ന ഒരു പാക്കേജ്, ഇതിനകത്തൊരു എക്സ്ട്രാ നിബും അതുപോലെ തന്നെ ഒരു അഡാപ്റ്ററും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഉണ്ടോ, ഒരു ചാർജർ പോർട്ടുമാണ്. നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാവുന്നതാണ്. ഈ പ്രോഡക്റ്റ് വളരെ സ്ലീക്കായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പ്രഷറിനനുസരിച്ച് പ്രവർത്തിക്കുന്ന രീതിയിലാണ് അതിൻ്റെ നിബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും.
പിന്നെ നമുക്ക് ഇതിൻ്റെ ടോപ്പിൽ കാണാവുന്നത് നമ്മൾ സാധാരണ പെൻസിലിൻ്റെ മേലെ നമ്മൾ ഇറൈസർ വെക്കുന്ന ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു പോർഷൻ കാണാം. നമുക്കിത് റിമൂവ് ചെയ്യാവുന്നതാണ്. ഇത് റിമൂവ് ചെയ്താൽ കാണാവുന്നത് നേരെ നമ്മുടെ ആപ്പിൾ ലൈറ്റ്നിങ് ചാർജറാണ് കാണുന്നത്. നമുക്ക് ഈ ആപ്പിൾ ലൈറ്റ്നിങ് ചാർജറാണ് നമുക്കിതെടുത്തിട്ട് നമുക്ക് നമ്മുടെ ഐപാഡുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. നോക്കാം. അപ്പോൾ ഇതിലുള്ള ഒരു ആപ്പാണ് പ്രോക്രിയേറ്റ്. നമുക്ക് പ്രോക്രിയേറ്റ് എന്നുള്ള ആപ്പ് നമുക്കൊന്ന് ജസ്റ്റ് ആപ്പിൾ പെൻസിൽ ഉപയോഗിച്ച് ഈ പ്രോക്രിയേറ്റ് എന്നുള്ള ആപ്ലിക്കേഷൻ അതിലെങ്ങനെ നമുക്ക് ചിത്രം വരയ്ക്കാം എന്നുള്ളത് അടുത്ത ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്.